ഈ കഴിഞ്ഞ ദിവസം CPM-ൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിനിടയ്ക്ക് കുറച്ച് പേര് വേദിയിലിരുന്നിട്ട് ഒരു ബിയർ കുപ്പിയിൽ എന്തോ ദ്രാവകം കുടിക്കുന്നുണ്ട്, കണ്ടിരുന്നോ? കണ്ടു. കുപ്പിക്കകത്ത് പ്ലാസ്റ്റിക് അല്ല, ചില്ലുകുപ്പി. പ്ലാസ്റ്റിക് ഉപയോഗം വേണ്ട എന്ന് വെച്ചതുകൊണ്ടല്ലേ. അപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? ബിയറിലല്ല കുടിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് മാറ്റങ്ങൾ വരുന്നത്. ഇപ്പം ഈ വിദേശ സഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലങ്ങളിലേ അവർക്ക് കുറച്ച് മദ്യമൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും ടൂറിസം കേന്ദ്രങ്ങളൊക്കെ കിട്ടും, പക്ഷേ ചിലയിടത്ത് കിട്ടില്ല. ചിലയിടത്ത് ഇപ്പോൾ മദ്യനിരോധനം സമ്പൂർണ്ണമായിട്ടുള്ളത് ഗുജറാത്തിലും ബീഹാറിലുമാണ്. അപ്പോൾ അതല്ലേ ഇപ്പോൾ പ്രശ്നം വെച്ചാൽ ബംഗാരം ദ്വീപിലേക്ക് മദ്യം എത്തിച്ചു. ആര്? കേരള സർക്കാരോ? കേരള സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ 267 കേസ് മദ്യമാണ് എത്തിച്ചത്. ഇവിടെ മറ്റേ പുള്ളിയുണ്ടല്ലോ, രാജപ്പനോ എന്താ, പിണറായി വിജയനോ? അല്ല, രാജപ്പൻ എന്നൊക്കെ വിളിക്കുന്ന വിളിക്കാറില്ലേ മലയാള സിനിമയിലെ കുറേ ആളുകളുണ്ടല്ലോ, അവരാരും കണ്ടില്ലല്ലോ. സേവ് ലക്ഷദ്വീപ്. മുമ്പ് ലക്ഷദ്വീപിൽ മദ്യത്തിന് ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ലക്ഷദ്വീപിൻ്റെ സംസ്കാരം പൈതൃകം നശിക്കുന്നു, അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പോരാടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ സിനിമാ താരങ്ങളൊക്കെ സേവ് എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ. അതെ, പോസ്റ്റർ ഇട്ട് വലിയ പ്രസ്താവന ഇറക്കി. പിന്നെ ഒരു പെണ്ണുപിള്ളയുണ്ടല്ലോ, എന്താണ് അവരുടെ പേര്, എന്തോ ഒരു സുൽത്താനയോ എന്തുവാട്ടെ, അവരും ഒക്കെ വലിയ ലക്ഷദ്വീപ് അവരല്ലേ കൊണ്ട് പറഞ്ഞ് മോദി സർക്കാർ ലക്ഷദ്വീപിൽ ജൈവായുധം പ്രയോഗിച്ചു, ലക്ഷദ്വീപിനെ തകർക്കാൻ പോവുകയാണ്. ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമല്ലേ? അതെ. ഇവരുടെയൊക്കെ പറച്ചിലിട്ടത് സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം അവർ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ അവിടെ. അതെ. ആരാണ്? മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയുടെ ഭാഗം നിൽക്കേണ്ട കാര്യമില്ലല്ലോ, സ്വതന്ത്ര രാജ്യം. അപ്പോൾ ഈ പറഞ്ഞ സുൽത്താനയായിട്ട് ഒറിജിനൽ സുൽത്താനയായിട്ട് വാഴാമായിരിക്കാം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ബഹളമൊക്കെ വെച്ചപ്പോൾ ചിലപ്പം ഈ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് എന്താ സിനിമ വന്നതും പോയതും നമ്മൾ അറിഞ്ഞില്ല. അതെ. ചിലപ്പോൾ അവിടുന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നൊക്കെ ഓർത്തായിരുന്നു കേട്ടോ, ഒരു സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു. ആരും ബഹളം ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, അപ്പോൾ ലക്ഷദ്വീപിലേക്ക് മദ്യം കൊണ്ടുവരാൻ പാടില്ല. ലക്ഷദ്വീപിൽ മദ്യം കൊടുത്ത് ഒരു ജനതയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രാജപ്പന്മാരും രാജമ്മമാരും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരാരും ഇപ്പം മിണ്ടുന്നില്ലല്ലോ. കേരള സർക്കാർ, പിണറായിയുടെ സർക്കാർ 267 കേസ് മദ്യം അവിടെ എത്തിച്ചു. പ്രതിഷേധിക്കാത്ത എന്താ? ടൂറിസം വികസിക്കട്ടെ എന്ന് വിചാരിച്ചു. പിണറായിയുടെ കള്ള് കുഴപ്പമില്ലല്ലേ? ഇന്ത്യ, അതായത് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ പട്ടാളക്കാർ അവിടെ ചെന്നാൽ സ്ത്രീകളെ ഉപദ്രവിക്കും, അവർ പട്ടാളം പറഞ്ഞു അല്ലേ? ലക്ഷദ്വീപിൽ പട്ടാളം പാടില്ല, ലക്ഷദ്വീപിൽ പോലീസ് പാടില്ല, ലക്ഷദ്വീപിൽ ജയിൽ പാടില്ല, കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മദ്യം പാടില്ല, കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മദ്യം പാടില്ല. പിണറായി രാജാവ് സർക്കാർ ഉണ്ടാക്കുന്ന മദ്യം ബംഗാരത്തെത്തി 267 കേസ് എത്തി. അപ്പോൾ ലക്ഷദ്വീപിലെ മുഴുവൻ ആളുകൾ കുട്ടിച്ച് മതോന്മത്തരായി തെരുവിലൂടെ നടക്കുകയായിരിക്കും. പ്രതിഷേധിക്കാത്ത എന്താണ് സാർ? ഞാനിപ്പോൾ മറ്റേ സുൽത്താനയുടെ ഒക്കെ FB പേജ് എടുത്ത് നോക്കിയാൽ വല്ലതുണ്ടോ? ഒന്നുമില്ല. 2 വർഷം മുമ്പിട്ട പോസ്റ്റ് എന്തോ ഉണ്ട്, അത് അവിടെ മദ്യം കൊണ്ടുവരാൻ പോകുന്നു, അവിടെ നശിപ്പിക്കും. അതാണ് ഇപ്പം എന്താ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല. നിങ്ങളുടെ പ്രശ്നം ഒന്ന് BJP സർക്കാർ, കേന്ദ്ര സർക്കാരിലുള്ള വൈരാഗ്യം. 2, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായി നിങ്ങൾ കാണുന്നില്ല. കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കത്തില്ല. കേരളത്തിനെ വേണേൽ അംഗീകരിക്കാം. കേരള മഹാരാജ്യത്തിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട്. കേരള രാജ്യത്തിലെ ആളുകൾക്ക് ഇന്ത്യയുടെ ഭാഗമാണ് വേണ്ടി വന്നത്, UAE ഭാഗമാകാൻ ഇഷ്ടം. അമേരിക്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റായിട്ട് കേരളം അറിയാൻ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ അറബി വൽക്കരണം നടക്കുമല്ലോ, കാരണം ഇവിടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതല്ല പറയുന്നത്, എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിൻ്റെ പേരിൽ ലക്ഷദ്വീപിൽ ചില ഇടപെടൽ വികസനം ഉണ്ടാക്കാൻ നാവികത്താവളം ഉണ്ടാക്കുന്നു? അയ്യോ പാടില്ല, ലക്ഷദ്വീപിൽ നാവികത്താവളം പാടില്ല. ലക്ഷദ്വീപിൽ നാവികത്താവളം ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ടെറിട്ടറി. അറിയോ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ ലക്ഷദ്വീപ് പിടിക്കാൻ വന്ന, അതിനു മുമ്പ് ഇന്ത്യൻ ആർമി അവിടെ ചെന്നതുകൊണ്ടാണ് ലക്ഷദ്വീപ് നമ്മുടേതായത്. പാകിസ്ഥാൻ കൊണ്ടുപോയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ യുദ്ധം ചെയ്ത് മേടിക്കേണ്ടി വന്നത്. എന്തുകൊണ്ട് ലക്ഷദ്വീപ്? കാരണം ലക്ഷദ്വീപ് ആ മേഖലയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. അവിടെ പാകിസ്ഥാൻ്റെ കയ്യിൽ പോയിരുന്നെങ്കിൽ, അവിടെ പാകിസ്ഥാൻ്റെ ഒരു നേവൽ ബേസ് വന്നിരുന്നെങ്കിൽ ഇന്ത്യക്ക് എത്ര വലിയ ഭീഷണിയാണ്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് കഷ്ടിച്ച് 12-14 മണിക്കൂർ കൊണ്ട് അവിടെ ലക്ഷദ്വീപിലെത്താം. അവിടെ നിന്ന് നേരിട്ട് കേരളത്തെ ആക്രമിക്കാൻ പറ്റും, ഇന്ത്യയെ ആക്രമിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയെ, ഈ സൗത്ത് ഇന്ത്യൻ മേഖലയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റുന്ന ഒരു ബേസ്, നേവൽ ബേസ്, ഒരു കര നമ്മുടെ ശത്രുരാജ്യങ്ങൾക്കില്ല. ഒരുപാട് 1000കണക്കിന് കിലോമീറ്റർ അപ്പുറത്തെയാണ് വേറെ കരയുള്ളത്. അപ്പോൾ അതാണ് ലക്ഷദ്വീപിൻ്റെ തന്ത്രപ്രധാനമായ ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു
പൊസിഷൻ. അപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ലക്ഷദ്വീപിന് സമീപത്ത് ആഴക്കടലിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചു. കോടികളുടെ കോടികളിൽ ആയിരക്കണക്കിന് കോടികളിൽ പിടിച്ചു. അതൊക്കെ പിടിക്കാൻ പാടില്ല, അവിടെ ഒന്നും പാടില്ലെന്നേ. അതുകൊണ്ടാണ് നേവൽ ബേസ് പാടില്ലാത്തത് അല്ലേ? അവിടെ പാടില്ല, അവിടെ ഒന്നും പാടില്ല. ലക്ഷദ്വീപിൽ ഇതൊക്കെ നടന്നോട്ടെ. ലക്ഷദ്വീപിൽ ഒരുപാട് കാലം പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോൾ വലിയ ബഹളമായിരുന്നല്ലോ. അതെ അതെ. അങ്ങനെ അവിടെ ലക്ഷദ്വീപിലെ ജനങ്ങളെ മുഴുവൻ കൊല്ലാൻ പോകുന്ന പറഞ്ഞു. പുള്ളി വന്നപ്പോൾ ഒരു കാര്യം ചെയ്തു. അവിടെ ചാക്കി കെട്ടി വർഷങ്ങളായി വെച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അത് പുറത്തെടുത്ത് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. പ്രതിമ പാടില്ലല്ലോ നമുക്ക്. ആ തുഞ്ചത്ത് പറമ്പിൽ ചെല്ല്, തുഞ്ചൻ പറമ്പിൽ, അവിടെ തുഞ്ചന്റെ പ്രതിമയില്ല, ശാരിക പൈതലിന്റെ ഒരു ഇതേ ഉള്ളൂ. മനുഷ്യന്റെ പ്രതിമ വെക്കാൻ പാടില്ല, ഹറാമല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ലക്ഷദ്വീപ് ഇതൊന്നും അല്ല ലക്ഷദ്വീപിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ലക്ഷദ്വീപ് എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ ഭൂവിഭാഗം ഇന്ത്യയുടേതാവാതിരിക്കുക. അവിടെ വേണമെങ്കിൽ പാകിസ്ഥാൻ വന്നോട്ടെ, അല്ലെങ്കിൽ ചൈന വന്നോട്ടെ. അപ്പോൾ അവിടെ ഇന്ത്യക്ക് ഭീഷണിയായിട്ട് അവിടെ ഒരു ബേസ് വേറൊരു രാജ്യത്തിൻ്റെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിലേക്ക് ഉപരി ലക്ഷദ്വീപ് വലിയ തോതിൽ വികസിച്ചാൽ, നോക്കൂ, മാൽദ്വീപ്സുമായിട്ട് നമുക്കൊരു തർക്കം ഉണ്ടായല്ലോ. തർക്കം ഉണ്ടായപ്പോൾ നരേന്ദ്രമോദി നേരെ ലക്ഷദ്വീപിൽ ചെന്ന് കടപ്പുറത്തൊരു കസേര ഇട്ട് ഇരിപ്പങ്കിരുന്നു. ഇരുന്നിട്ട് നമ്മുടെ കാർന്നവർ 3-4 ഫോട്ടോ എടുത്ത് ഒന്നും മിണ്ടാതെ ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടു. ഒന്നും പറഞ്ഞില്ല. അതോടുകൂടി ഈ സ്ഥലം കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷദ്വീപിലേക്ക് പോവുകയായിരുന്നു. അതോടെ മാലിയുടെ അണ്ടർവെയർ കയറി കരഞ്ഞ്. മൊയ്സു പറഞ്ഞു, ഇന്ത്യൻ പട്ടാളക്കാർ 12 ഇന്ത്യൻ പട്ടാളക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം തിരിച്ചു പോകണം, ഞാനിപ്പോൾ ചൈനയുടെ ആളാണെന്നൊക്കെ പറഞ്ഞ് മപ്പടിച്ച് ഇന്ന് മൊയ്സു ഇവിടെ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് 24 ദീപം മറ്റോ മോദിക്ക് കൊടുത്തു. എടുത്തോ, എന്നിട്ട് കുറച്ച് പൈസയും തരണേ, കുറച്ച് കാശും തരണമെന്ന് കഴിഞ്ഞിട്ട് പോയി. എങ്ങനെയുണ്ട്? അപ്പോൾ അതിനകത്ത് പ്രശ്നം ഇത് തന്നെയാണ്. ലക്ഷദ്വീപിൻ്റെ സാധ്യതകൾ വല്ലാതെ വികസിച്ചാൽ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ ഒരു നേവൽ ബേസ്, സൈനിക താവളം അവിടെ ഉണ്ടായാൽ ഇന്ത്യയുടെ സംരക്ഷണം കൂടുതൽ ഉറപ്പാക്കും. ആ മേഖലയിലെ കടലിൻ്റെ അധിപനായി ഇന്ത്യ മാറും. മാത്രമല്ല അവിടെ ഒരു വിഭാഗം മാത്രം ഉള്ളത് പറഞ്ഞാൽ പട്ടാളമൊക്കെ വന്നു കഴിയുമ്പോൾ സംസ്കാരവും മാറും. പട്ടാളക്കാർ കല്യാണം കഴിക്കാനാണ് പോണത്. അങ്ങനെയല്ല, ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ആൾക്കാർ അവിടെ ചിലപ്പം സെറ്റിൽ ചെയ്ത് താമസിക്കും. കാരണം ഇന്ത്യയുടെ ഒരു പ്രദേശത്ത് ഞങ്ങൾക്ക് മാത്രമേ താമസിക്കാവുന്ന എവിടെ നിയമമുള്ളത്? അങ്ങനെ നിയമമില്ല, ഇല്ലല്ലോ. അപ്പോൾ മാത്രം ഇന്ത്യ ആ മേഖലയിൽ സമുദ്രത്തിൽ വലിയ ആധിപത്യമുള്ള ശക്തിയായിട്ട് മാറും. അത് സഹിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ കീഴടക്കേണ്ടതല്ലേ നമുക്ക്? അത് കീഴടക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ ഇന്ത്യ അവിടെ ആൻഡമാനിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ വലിയ നേവൽ ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആൻഡമാനിൽ. ചൈനയെ നേരിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന തക്കതായ ഒരു നേവൽ ബേസ് ആൻഡമാനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെയും ആൻഡമാനിലെ കാര്യം അറിയാമോ? ആൻഡമാനിൽ മലയാളികളാണ് കൂടുതൽ അല്ലേ. കാലങ്ങളായി സെല്ലുലാർ ജയിലിലൊക്കെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും നാട് കടത്തപ്പെട്ടവരുമായ ആളുകളൊക്കെ ആൻഡമാൻസിൽ പോയി താമസിച്ചു. ഭൂരിപക്ഷവും മലയാളികളാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ബസ്സൊക്കെ കാണാം, മലപ്പുറം, തിരൂർ എന്നൊക്കെ പറഞ്ഞ ബോർഡ് അങ്ങനത്തെ. അപ്പം ശരിക്കും കേരളത്തിൻ്റെ മറ്റൊരു രൂപമാണ് ആൻഡമാൻ. കാരണം മുൻകാലങ്ങളിൽ പല കാരണങ്ങളാൽ ഇവിടുന്ന് നാട് കടത്തപ്പെട്ടവർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും അല്ലാത്ത കേസുകളിൽപ്പെട്ടുമൊക്കെ ബ്രിട്ടീഷുകാർ അവിടെ തള്ളിയതാണ്. പിന്നീട് അതിജീവിക്കാൻ വേണ്ടി അവിടെ തന്നെ കൂടി അവരവിടെ അവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ ആളുകളായിട്ട് മാറി. അവിടെ അവരും മുസ്ലിങ്ങളാണ്. പക്ഷെ അവർ ഈ വാദം ഉന്നയിക്കുന്നില്ല. അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല. ലക്ഷദ്വീപിലുള്ളവരുടെ പേരിലാണ് ഇവിടെ ഈ കടി മുഴുവൻ. കാരണം ഇവിടുന്ന് ലക്ഷദ്വീപിൽ പോകാൻ എളുപ്പമാണ്, ആൻഡമാനിൽ പോകാൻ എളുപ്പമല്ല. അതാണ് ഒരു കാര്യം. അപ്പോൾ ആൻഡമാനും ലക്ഷദ്വീപും ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടിടത്തും ഇവിടെ മലയാളികളല്ല. ഇവിടെ വേറെ പ്രത്യേകത ഉള്ളത്, ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾ ഗോത്ര ST ആണ്, ഷെഡ്യൂൾഡ് ട്രൈബാണ്. ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട വിദൂരമായ ഒരു കടൽ ദ്വീപിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളായ കാലങ്ങളോളം, നൂറ്റാണ്ടുകളോളം അവർക്ക് വൻകരയുമായി മെയിൻലാൻഡുമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായ ബാക്ക്വേർഡ്നെസ്, പിന്നോക്കാവസ്ഥയുണ്ട് അവർക്ക്. അവിടെ ഒന്നും വികസനമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് കരയിലേക്ക് ബന്ധപ്പെടാൻ കമ്മ്യൂണിക്കേഷൻ സംവിധാനമില്ലായിരുന്നു, വലിയ ആശുപത്രികളില്ലായിരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, മാറ്റം ഉണ്ടായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പട്ടികവർഗ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്. ആൻഡമാൻസിൽ അങ്ങനെയല്ല. ആൻഡമാൻസിൽ അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എയർപോർട്ടുകൾ, പോർട്ട് ബ്ലെയർ എയർപോർട്ട് ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കാലങ്ങളായി ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാരും അവിടെ താമസിച്ചിരുന്നു. സെന്റിനൽ പോലെയുള്ള വളരെ പൈതൃകമായി ഏറ്റവും എത്തനിക്കായിട്ടുള്ള ആദിവാസികൾ താമസിക്കുന്ന ദ്വീപുകളുമുണ്ട്. അപ്പോൾ ഏതായാലും ആൻഡമാനും ലക്ഷദ്വീപും നോക്കുമ്പോൾ ഫാർ 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 ബെറ്ററാണ് ആൻഡമാൻ. അപ്പോൾ ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ അത് മാലിക്ക് ക്ഷീണം ഉണ്ടാവും. ലക്ഷദ്വീപ് ടൂറിസം ഡെവലപ്പ് ചെയ്താൽ മാലിക്ക് ദോഷം ഉണ്ടാവും. മാലി ഉണ്ടാകരുതെന്ന് ലക്ഷദ്വീപുകാരും ആഗ്രഹിക്കുന്നു. ലക്ഷദ്വീപുകാർക്ക് അങ്ങനൊന്നുമില്ല. ലക്ഷദ്വീപുകാർക്ക് അവിടെ ഉണ്ടായി അവർക്ക് വരുമാനവും അവർക്ക് തൊഴിലും ഉണ്ടാകുന്ന ഇഷ്ടം. അവിടുത്തുകാരുടെ പേരിൽ കടിയുള്ള ചില ആളുകളുണ്ട്, കൃപികടി. അവരെന്താണെന്നറിയോ? അവരുടെ ലക്ഷ്യം ലക്ഷദ്വീപിൽ എന്ത് വികസനം ഉണ്ടായാലും ലക്ഷദ്വീപ് ഇന്ത്യയുടെ അല്ലേ. അവിടെ ടൂറിസം കൂടുതലുണ്ടായാൽ
നമുക്ക് വിദേശ നാണ്യം കിട്ടും, ഫോറിനേഴ്സൊക്കെ വരും. ആർക്ക് കിട്ടും? ഇന്ത്യക്ക് കിട്ടും. അത് വേണ്ട, അത് പറ്റില്ല. ഇന്ത്യ ഇസ്ലാമിക രാജ്യമല്ല. ലോകം വികസിക്കുന്ന കൂട്ടത്തിൽ മാൽദീവ്സിന് ക്ഷീണം ഉണ്ടാവും. മാൽദീവ്സ് ഏതാ? ഇസ്ലാമിക രാജ്യമാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യത്തിന് ദോഷം പെരുമാറ് ഇന്ത്യയിലെ ഒരു ഭാഗം വികസിക്കണ്ട. അങ്ങനെ അങ്ങ് വേണ്ട, ആ കളി വേണ്ട. അതാണ് സിനിമയ്ക്കകത്ത് സലീംകുമാർ പറയുന്നത്. അതെ അതെ അതെ. ഈ ലോകം മുഴുവൻ നന്നാവട്ടെ എന്ന് പറയുമ്പോൾ അതിൽ പാകിസ്ഥാനും ഉണ്ടാവും അല്ലേ? എന്നാൽ ഞാൻ പണിക്ക് പോകണില്ല, അങ്ങനെ ഞാനിവിടെ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ കുറേ മൂരാച്ചികൾ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ലക്ഷദ്വീപിൽ മദ്യം കൊണ്ടുവരുന്നത് ലക്ഷദ്വീപ് ജനങ്ങളെ നശിപ്പിക്കാനാണെന്ന് ഓരിയിട്ട സിനിമാ നടന്മാർ എവിടെ? സാംസ്കാരിക നായകർ എവിടെ? കേരള സർക്കാർ, ബിവറേജസ് കോർപ്പറേഷൻ, കേരള ബെവ്കോ 267 കേസ് മദ്യം ബംഗാരം ഐലൻഡിൽ എത്തിച്ചു. ഇനിയും കൊടുക്കും. ബിയർ മാത്രമല്ല, വിദേശ മദ്യം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം അടിച്ച് ലക്ഷദ്വീപിലെ ജനങ്ങൾ അടിച്ച് ഓഫായി കിടക്കാൻ പോവാ. നിങ്ങളല്ലേ അങ്ങനെ മദ്യം എത്തിയാൽ അവരെല്ലാം അടിച്ച് ഓഫായി കിടക്കുന്നത്? എന്താ പ്രതിഷേധിക്കാത്ത? താത്ത എവിടെ? രാജപ്പൻ എവിടെ? ഉണ്ടാവില്ല. കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ വേറെയാണ്. സഖാക്കൾ ചെയ്താൽ നമ്മൾ മിണ്ടൂല. അപ്പോൾ ലക്ഷദ്വീപ് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻകാരെ നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ മഷിയിട്ട് നോക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.